എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സുധീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സുധീഷ് വേൾഡ്. നിങ്ങളെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യസമയങ്ങളിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഫേസ് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ, അതായത് 13-ാം തീയതി തുടങ്ങിയ ചില കോളേജുകളുണ്ട്, അതിനുശേഷം 18-ാം തീയതി 20-ാം തീയതിക്കൊക്കെ തുടങ്ങിയ മറ്റ് ചില കോളേജുകളുണ്ട്. അപ്പോൾ കോളേജുകളിലൊക്കെ പോയി തുടങ്ങിയെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു സമയത്തും പലർക്കും അലോട്ട്മെൻറ്റ് വഴിയും അല്ലാതെ ഇതുവരെയും അഡ്മിഷൻ കിട്ടാതെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിട്ടിയ കോളേജുകൾ ഇഷ്ടപ്പെടാതെ അവിടെ ഇരുന്ന് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയുള്ള അലോട്ട്മെൻറ്റ് ഫേസുകൾ, പല രീതിയിലുള്ള വഴികൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് സ്ട്രേ അലോട്ട്മെൻറ്റ് വേക്കൻസി ഫില്ലിംഗ് അത് ഇടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് തന്നെ വന്നു. അപ്പോൾ ഇപ്പോഴും സ്പോട്ട് അലോട്ട്മെൻറ്റ് സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ തിരക്കുന്നുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ 2 ഡേറ്റുകളും മാറ്റി പിന്നീട് ഇതുവരെയും ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് വരാത്ത രീതിയിലാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നിലവിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് ആരും പരിഭവപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ വർഷം വരെയും സാധാരണ ക്ലാസ്സുകളൊക്കെ തുടങ്ങി 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് സ്പോട്ടിനെ കുറിച്ച് വ്യക്തമായ അതായത് അറിയിപ്പുകളും പിന്നീട് ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷനിലേക്ക് മാറിയത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ 400ഓളം വേക്കൻസിയുള്ള ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് സ്പോട്ട് നടത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത്ര പോലും വേക്കൻസി ഇല്ലാതിരുന്ന 2024 ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ട് നടത്തിയപ്പോൾ 3800ഓളം കുട്ടികളെ GEC തൃശ്ശൂരിൽ വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ആകണം ഇതിനിടയിൽ ഇപ്പോൾ ഒരു സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് പോലെ വീണ്ടും അവർ വിളിക്കുകയും ആ ഒരു വേക്കൻസി ഫില്ലിംഗ് നടക്കുന്നത്. പക്ഷേ ഇതിന് ശേഷം ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തൊക്കെ തന്നെ ആയാലും സ്ട്രേ അലോട്ട്മെൻറ്റ് കൂടി കഴിഞ്ഞാലും പല കോളേജുകളിലും നമ്മൾ വിചാരിക്കുന്ന പോലെ വേക്കൻസികൾ ഉണ്ടാവും. ആ ഒരു വേക്കൻസി ഫില്ലിങ്ങിന് ഇതുവരെയും ചാൻസ് കിട്ടാത്ത അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാത്തവർക്ക് ഒരു സ്പോട്ട് അഡ്മിഷൻ പോലെ അത് സെൻട്രലൈസ്ഡ് ആയോ കോളേജ് അതോറിറ്റി വഴിയോ നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഹോപ്പ് കളയേണ്ട ആവശ്യമില്ല. സ്ട്രേ വേക്കൻസിയിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടാവും. പലരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് സാധാരണ ബേസിക് ക്വാളിഫിക്കേഷൻ കീം വഴി പാസ്സായ എല്ലാവർക്കും തന്നെ പങ്കെടുക്കാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും ഇതുവരെ ഒന്നും കിട്ടാത്തവർക്കും ഉൾപ്പെടെ പങ്കെടുക്കാം. ആ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർന്നു. ടാറ്റ.